കാർഷിക സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും വിജയഗാഥ പറയുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കാർഷിക മേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും നാടിന് ഉണർവേകിയ പദ്ധതികളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ് സമ്മാനിച്ചത്. നെൽകൃഷി വികസനം, വാഴകൃഷി, കിഴങ്ങുവർഗ്ഗ വിളകൾ, സുഗന്ധവിളകൾ, കുരുമുളക് കൃഷി വ്യാപനം തുടങ്ങിയ പദ്ധതികൾ നമ്മുടെ നാടിന്റെ ഹരിതാഭ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം സമഗ്ര വിളപരിപാലനവും അടുക്കളത്തോട്ടം പോലുള്ള പദ്ധതികളും ഓരോ വീടിനെയും കൃഷിയുടെ ഭാഗമാക്കി മാറ്റി. നമ്മുടെ കർഷകർക്ക് ആശ്വാസം പകരാൻ നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. കേരരക്ഷാ പദ്ധതി നാളികേര കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. വിവിധ പദ്ധതികളിലൂടെ കർഷകർക്ക് തെങ്ങിൻ തൈകൾ, കുരുമുളക്, മാവ്, ഫലവൃക്ഷ തൈകൾ, മുരിങ്ങ, കറിവേപ്പില, കോവൽ, ശീതകാല പച്ചക്കറി തൈകൾ എന്നിവ വിതരണം ചെയ്തു. അതോടൊപ്പം സാമ്പത്തിക സഹായം, ഇൻഷുറൻസ് പരിരക്ഷ, സൗജന്യ മണ്ണു പരിശോധന എന്നിവയും ഉറപ്പുവരുത്തി. നമ്മുടെ കൃഷിയിടങ്ങളെ കൂടുതൽ ഫലഭൂഷ്ടമാക്കാൻ വിവിധ ഘട്ടങ്ങളിലായി വഴുതന, പയർ, തക്കാളി, ബീട്രൂട്ട്, ചീനി, വെണ്ട തുടങ്ങിയ ഗുണമേന്മയുള്ള തൈകളും വിവിധയിനം വിത്തുകളും കർഷകരിലേക്കെത്തിക്കാൻ നമുക്ക് സാധിച്ചു. പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കുരുന്നുകളും കൃഷിയിലേക്ക് എന്ന പദ്ധതി വിജയകരമായി നടപ്പിലാക്കി. കൃഷിരീതികൾ നേരിട്ട് കണ്ടറിയാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഈ പദ്ധതി കുട്ടികളെ സഹായിച്ചു. നിരവധി സ്കൂളുകൾ ആവേശത്തോടെ ഈ പദ്ധതി ഏറ്റെടുക്കുകയും മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്കൂളുകളെ നമ്മൾ ആദരിക്കുകയും ചെയ്തു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന മഹത്തായ ആശയത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരുമ പൂമണം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആണ്ടൂർ നഴ്സിംഗ് കോളേജ് വളപ്പിലെ 3 ഏക്കർ സ്ഥലത്ത് കപ്പ, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്തു. ഓണക്കാലത്ത് നമ്മുടെ വിപണിക്ക് നിറപ്പകിട്ടേകാൻ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി ഒരു വലിയ വിജയമായിരുന്നു. നമ്മുടെ നാടിനെ പച്ചപ്പണിയിക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആണ്ടൂർ പാടശേഖരത്തിലെ 7 ഏക്കർ തരിശുനിലത്ത് നെൽകൃഷി ഇറക്കി വീണ്ടും വിളവെടുപ്പിന്റെ സമൃദ്ധി തിരികെ കൊണ്ടുവന്നു. ഓരോ വർഷവും നാം സംഘടിപ്പിച്ച കാർഷികോത്സവങ്ങൾ നാടിന്റെ ഉത്സവമായി മാറി. 4 ദിനങ്ങൾ നീണ്ടുനിന്ന ഈ ആഘോഷങ്ങൾ വിവിധ വേദികളിലായി സംഘാടക സമിതികളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. ഓരോ കാർഷികോത്സവവും നാടിന് സമ്മാനിച്ചത് മറക്കാനാവാത്ത ദൃശ്യവിരുന്നും കാർഷിക സംസ്കാരത്തിന്റെ മഹത്തായ ഓർമ്മപ്പെടുത്തലുമായിരുന്നു. ഈ വിജയങ്ങളെല്ലാം സാധ്യമായത് നമ്മുടെ കർഷകരുടെയും ജനപ്രതിനിധികളുടെയും ഓരോ നാട്ടുകാരന്റെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ്. ഈ കാർഷിക മുന്നേറ്റം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. സുസ്ഥിരമായ ഒരു കാർഷിക ഭാവിക്കായി നമുക്ക് തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കാം. കാർഷിക മേഖലയിലെന്ന പോലെ മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളും നമ്മുടെ പഞ്ചായത്തിൽ വിജയകരമായി നടപ്പിലാക്കി. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ഷീരവികസന വകുപ്പിന്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ ക്ഷീരഗ്രാമം പദ്ധതി 32 കർഷകർക്ക് പ്രയോജനം നൽകി. പഞ്ചായത്തിന്റെ കീഴിലുള്ള കുര്യനാട്, മണ്ണക്കനാട്, മരങ്ങാട്ടുപിള്ളി, ആണ്ടൂർ, കുറിച്ചിത്താനം എന്നീ ക്ഷീരസംഘങ്ങൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനോടൊപ്പം സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെ കെപ്കോ ആശ്രയ പദ്ധതിയും നമ്മൾ ഏറ്റെടുത്തു. ഈ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും 10 കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും മരുന്നും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് മീൻ വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ എല്ലാ വർഷവും മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വരുന്നു. മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ സർജിക്കൽ യൂണിറ്റ് ഉപകേന്ദ്രം മരങ്ങാട്ടുപള്ളി മൃഗാശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഈ മേഖലയ്ക്ക് വലിയൊരു കൈത്താങ്ങായി. ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇപ്പോൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാലി വളർത്തൽ ഉപജീവനമാർഗമായി സ്വീകരിച്ച ക്ഷീരകർഷകർക്കായി കന്നുകുട്ടി പരിപാലനം, കറവ പശുക്കൾക്ക് ഉൽപാദന റേഷൻ, കാലിത്തീറ്റ സബ്സിഡി, പാൽവില സബ്സിഡി, കുളമ്പരോഗ പ്രതിരോധ കുത്തിവെപ്പ്, കാലിത്തൊഴുത്തു നിർമ്മാണം എന്നിങ്ങനെ നിരവധി ക്ഷീരവികസന പദ്ധതികളും നടപ്പിലാക്കി. കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്കൊപ്പം നമ്മുടെ നാടിന്റെ പൊതുജനാരോഗ്യ രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്താൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചു.
കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ 4000-ഓളം കുടുംബങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ഹോമിയോ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യാൻ നമുക്കായി. അതോടൊപ്പം അവയവദാനത്തിന്റെ മഹത്തായ സന്ദേശം നാടിന്റെ മനസ്സിലെത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മൃതസഞ്ജീവനി 2022 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച 100 പേരുടെ അവയവദാന സമ്മതപത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെൽജി ഇമ്മാനുവൽ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. ജയകുമാറിന് കൈമാറി. നമ്മുടെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2.5 കോടി രൂപ അനുവദിച്ചു. ലിഫ്റ്റ്, റാമ്പ്, പേ വാർഡ് എന്നിവ നടപ്പിലാക്കുന്നതിനാണ് ഈ തുക വിനിയോഗിക്കുന്നത്. കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലുള്ള ആയുഷ് ഹോമിയോ ഡിസ്പെൻസറി പഞ്ചായത്തിന്റെ തനതു ഫണ്ടും കേന്ദ്ര ഫണ്ടും ഉൾപ്പെടെ 15 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ചു. വിവിധങ്ങളായ ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഹോമിയോപ്പതി വകുപ്പിന്റെ സഹകരണത്തോടെ സെന്റ് ഫ്രാൻസിസ് അസിസി പാരിഷ് ഹാളിൽ വെച്ച് ഹോമിയോ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 2023 നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ തൈറോയിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ ഹോമിയോപ്പതി വകുപ്പിന്റെ സഹായത്തോടെ കുറിച്ചി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ നിന്നും മരങ്ങാട്ടുപള്ളിക്ക് ഒരു പെരിഫറൽ OP അനുവദിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും പ്രവർത്തിക്കുന്ന ഈ തൈറോയിഡ് സെന്റർ പഞ്ചായത്തിലെയും അയൽ പഞ്ചായത്തുകളിലെയും രോഗികൾക്ക് വലിയ ആശ്വാസമാണ്. ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം രോഗനിർണയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ലാബ് ആണ്ടൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ പ്രവർത്തനമാരംഭിച്ചു. 350ഓളം രക്തപരിശോധനകൾ 50% നിരക്കിളവിൽ ഇവിടെ ലഭ്യമാണ്. പൊതുജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി ആണ്ടൂർ ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ക്ലബ്ബും മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പഴയ കെട്ടിടത്തിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ച് ഒരു വനിതാ ജിംനേഷ്യവും പ്രവർത്തനമാരംഭിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മരങ്ങാട്ടുപള്ളി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സബ് സെന്ററിന് 2024-ൽ NABH അക്രഡിറ്റേഷനും 2025-ൽ കായകൽപ്പ പുരസ്കാരവും ലഭിച്ചതെന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് കൈത്താങ്ങാകാനും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട്. ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും സർവേ നടത്തി അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി. അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, ചികിത്സ, വസ്ത്രങ്ങൾ, പുനരധിവാസം എന്നിവ ഉറപ്പുവരുത്തി. പ്രാഥമിക രേഖകൾ ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ് തുടങ്ങിയവ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഇപ്പോഴും തുടർന്നുവരുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ പഠനം പ്രതിസന്ധിയിലായ നിർധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സുമനസ്സുകളുടെ സഹകരണത്തോടെ എല്ലാ വാർഡുകളിലും മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തത് വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു. അതോടൊപ്പം ഓരോ പൗരന്റെയും സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് അഭിമാനപൂർവ്വം കൈമാറാനും നമുക്ക് സാധിച്ചു. വികസനത്തിന്റെ എല്ലാ മേഖലകളിലും എന്ന പോലെ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും നമ്മുടെ പഞ്ചായത്ത് എപ്പോഴും ഉയർന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമായി ഗ്രാമപഞ്ചായത്തിന് ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ പ്ലസ് അഥവാ ODF+ പദവി ലഭിച്ചു. മാലിന്യ സംസ്കരണത്തിനായി ഒരു ചിട്ടയായ സംവിധാനം തന്നെ നാം ഒരുക്കിയിട്ടുണ്ട്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ GBIN വിതരണം ചെയ്യുകയും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്ക് ബയോഡൈജസ്റ്റർ പോട്ടുകൾ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലും മിനി മെറ്റീരിയൽ കറക്ഷൻ ഫെസിലിറ്റികൾ അഥവാ MCFകൾ സ്ഥാപിച്ചു. നമ്മുടെ 26 ഹരിതകർമ്മ സേനാംഗങ്ങൾ വാർഡുകളിൽ ട്രോളികൾ ഉപയോഗിച്ച് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്, കുപ്പിച്ചില്ലുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ എന്നിവ ശേഖരിച്ച് മിനി MCFകളിൽ എത്തിക്കുന്നു. അവിടെ നിന്നും പഞ്ചായത്ത് വാങ്ങിയ റിക്ഷയിൽ ഈ മാലിന്യങ്ങൾ പ്രധാന MCFലെത്തിച്ച് തരംതിരിച്ച് ബെയിലിംഗ് നടത്തി ക്ലീൻ കേരള മിഷന് കൈമാറുന്നു. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾക്ക് നാം തുടക്കം കുറിച്ചു. മരങ്ങാട്ടുപള്ളി, കുരിച്ചിത്താനം, കുരിയനാട് ടൗണുകൾ സൗന്ദര്യവൽക്കരിച്ചു. മരങ്ങാട്ടുപള്ളി ടൗൺ, ശ്രീധരി ജംഗ്ഷൻ,
കുരിയനാട് പുല്ലുവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും ടൗണുകളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു. 2-ാം വാർഡിലെ പൂവത്തുങ്കൽ ജംഗ്ഷന് സമീപം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലത്ത് സൗന്ദര്യാരാമം പദ്ധതി നടപ്പിലാക്കി. ഇവിടെ സ്ഥാപിച്ച വേസ്റ്റ് ടു ആർട്ട് മാതൃക വളരെയധികം ജനശ്രദ്ധ നേടി. കൂടാതെ കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നീരുറവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണക്കനാട് വളകുഴിത്തോട് വൃത്തിയാക്കി. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആണ്ടൂരിൽ നിന്നും മരങ്ങാട്ടുപിള്ളിയിലേക്ക് ശുചിത്വ മാരത്തോൺ നടത്തി. ശുചിത്വ സന്ദേശ യാത്രകളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ അതിർത്തികളിൽ നടക്കുന്ന ഉത്സവങ്ങളും പൊതുപരിപാടികളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് നടത്തുന്നതെന്ന് ഹരിതകർമ്മ സേനയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നു. വഴിയാത്രക്കാർക്ക് ആശ്വാസമായി കുരിയനാട് 1-ാം വാർഡിൽ MC റോഡിനരികിൽ വഴിയിടം ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു കലാപരമായ മുഖം നൽകിക്കൊണ്ട് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഒരു തീം സോങ് പുറത്തിറക്കിയത് ഏറെ ശ്രദ്ധ നേടി. ശ്രീ നാരായണൻ നമ്പൂതിരി രചനയും സംഗീതവും നൽകിയ ഗാനം ആലപിച്ചത് നാരായണൻ നമ്പൂതിരി, KD മാത്യു, സോണി അലക്സാണ്ടർ, സണ്ണി സോജി എബ്രഹാം, ലിസ ബാബു, മറിയാമ്മ രാജു എന്നിവർ ചേർന്നാണ്. ഈ പ്രധാന പ്രവർത്തനങ്ങൾക്ക് പുറമെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തി. സംസ്ഥാന വ്യവസായ വകുപ്പുമായി ചേർന്ന് സംരംഭക സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഒരു സംരംഭക സൗഹൃദ പഞ്ചായത്താക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് നാം എന്നും പ്രത്യേക പരിഗണന നൽകി വരുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുകയും അവരുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർഗോത്സവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം നമ്മുടെ മാർഗദീപങ്ങളായ വയോജനങ്ങളെ ആദരിക്കുകയും അവർക്കാവശ്യമായ സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തെ മികവിനെ നാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. SSLC, +2, VHSC, CBSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക സാംസ്കാരിക ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഓരോ വർഷവും വിജയോത്സവം എന്ന ചടങ്ങിൽ വച്ച് നാം ആദരിച്ചു വരുന്നു. ലോക ഫുട്ബോൾ മത്സരത്തെ വരവേൽക്കാൻ മരങ്ങാട്ടുപിള്ളി ടു ദോഹ എന്ന പേരിൽ ഒരു പ്രശ്നോത്തരിയും, ലഹരിക്കെതിരെ സ്പോർട്സിനെ ആയുധമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പെനാൾട്ടി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. പ്രകൃതിയോടുള്ള നമ്മുടെ കരുതലിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ സഹകരണത്തോടെ കുറിച്ചിത്താനം KR നാരായണൻ ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു ശലഭോദ്യാനവും നിർമ്മിച്ചു. ഭരണനിർവഹണ രംഗത്തെ കാര്യക്ഷമതയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ഗവേണൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് 30 മിനിറ്റിനുള്ളിൽ തന്നെ ILGMS വെബ്സൈറ്റിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമെന്നോണം തദ്ദേശ ദിനാഘോഷം 2023നോടനുബന്ധിച്ച് പാലക്കാട് വെച്ച് നടന്ന പരിപാടിയിൽ കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് മരങ്ങാട്ടുപിള്ളി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ സ്റ്റോൾ പ്രദർശന നഗരിയിലെ പ്രധാന ആകർഷണമായി മാറിയെന്നത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഈ ജനകീയ പ്രവർത്തനങ്ങളുടെയും ചിട്ടയായ ഭരണനിർവഹണത്തിന്റെയും ഫലമായി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തി. ഭരണപരമായ മികവിന്റെ ഏറ്റവും വലിയ തെളിവായി തുടർച്ചയായി 4 വർഷക്കാലം പദ്ധതി വിഹിതം 100% ചെലവഴിക്കാനും നികുതി പിരിവ് 100% പൂർത്തിയാക്കാനും നമുക്ക് സാധിച്ചു. ഈ ഗവേണൻസ് രംഗത്ത് ഒരു വലിയ മാതൃകയാകാൻ നമുക്ക് കഴിഞ്ഞു. ILGMS സോഫ്റ്റ്വെയർ ആദ്യഘട്ടം നടപ്പിലാക്കിയ പഞ്ചായത്തെന്ന ബഹുമതി നേടിയ നമ്മൾ പിന്നീട് ILGMS അടിസ്ഥാനമാക്കിയുള്ള ഈ ഗവേണൻസിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. നമ്മുടെ സേവനങ്ങളുടെ ഗുണമേന്മയ്ക്ക് അടിവരയിട്ടുകൊണ്ട് ISO 9001:2015 സർട്ടിഫിക്കേഷനും നമ്മെ തേടിയെത്തി. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മികച്ച ജീവനക്കാർക്കും വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഹുമതിയായ സ്വരാജ് ട്രോഫി തുടർച്ചയായി നേടാനായത് നമ്മുടെ കിരീടത്തിലെ പൊന്തൂവലായി മാറി.
2020-21 വർഷത്തിൽ സംസ്ഥാനത്തെ 2ാം സ്ഥാനവും 2021-22 കോട്ടയം ജില്ലയിൽ 2ാം സ്ഥാനവും 2022-23 സംസ്ഥാനത്ത് 3ാം സ്ഥാനവും 2023-24 ജില്ലയിൽ വീണ്ടും 2ാം സ്ഥാനവും നേടാൻ നമുക്ക് സാധിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിക്ക് NABH അംഗീകാരവും പ്രാഥമിക കായികൽപ്പ അവാർഡും ലഭിച്ചത് ആരോഗ്യരംഗത്തെ നമ്മുടെ മികവിനുള്ള അംഗീകാരമായി മാറി. ഈ പുരസ്കാരങ്ങളെല്ലാം നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെയും നാടിനോടുള്ള പ്രതിബദ്ധതയുടെയും സാക്ഷ്യപത്രങ്ങളാണ്.